ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന് ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. നിഫ്റ്റി ആദ്യമായി 22,500 കടന്നു. നേട്ടമുണ്ടാക്കി ബജാജ് ഓട്ടോ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ ഓഹരികൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില റെക്കോർഡ് കടന്നു. ഗ്രാമിന് 6,000 രൂപ കടന്നു. അടുത്ത 3 ദിവസം വിപണികൾക്ക് അവധി. കേന്ദ്ര ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത 4% വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയേക്കും. LPG സബ്സിഡി പദ്ധതി 1 വർഷത്തേക്ക് നീട്ടാനും സാധ്യത. തീരുമാനം വരുന്നതോടെ ജീവനക്കാരുടെ DAയും പെൻഷൻകാരുടെ DRഉം 50%-ലെത്തും. ഇന്ത്യ സന്ദർശന വിശദാംശങ്ങൾ സ്വകാര്യ ബ്ലോഗിൽ പങ്കുവച്ച് മൈക്രോസോഫ്റ്റ് CEO ബിൽ ഗേറ്റ്സ്. ഇന്ത്യൻ വികസനം മതിപ്പുളവാക്കിയെന്നും വീണ്ടും ഇന്ത്യയിലേക്ക് വരാൻ കാത്തിരിക്കുന്നുവെന്നും കുറിപ്പ്. ഡിജിറ്റൽ സാങ്കേതികവിദ്യ, സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം എന്നിവയിൽ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ സഹായം തുടരുമെന്നും ബിൽ ഗേറ്റ്സ്. AI ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാഷ് ഫ്ലോ മാനേജ്മെന്റ് ടൂൾ ഉപയോഗിച്ച് മനുഷ്യ വിഭവ ഉപയോഗം 90% കുറയ്ക്കാൻ സാധിക്കുമെന്ന് JP മോർഗൻ. 2,500 ക്ലയന്റുകൾ ഉൽപ്പന്നം ഉപയോഗിക്കുന്നുവെന്നും കമ്പനി. പണമൊഴുക്ക് വിശകലനം ചെയ്യാനും പ്രവചിക്കാനും കോർപ്പറേറ്റ് ട്രഷറികളെ സഹായിക്കുമെന്ന് വിലയിരുത്തൽ. AI അധിഷ്ഠിത ബിസിനസ് മൂല്യത്തിൽ JP മോർഗൻ പ്രതീക്ഷിക്കുന്നത് $1 ബില്യൺ. ചൈനീസ് കമ്പനികൾക്ക് AI രഹസ്യങ്ങൾ ചോർത്തി നൽകിയതിന് മുൻ ഗൂഗിൾ എഞ്ചിനീയർക്ക് മേൽ കുറ്റം ചുമത്തി. വിവരം ചോർത്തി നൽകിയത് ലീൻ വൈഡിംഗ് രഹസ്യമായി ജോലി ചെയ്തിരുന്ന ചൈനീസ് കമ്പനികൾക്ക് വേണ്ടി. AI-യുമായി ബന്ധപ്പെട്ട വ്യാപാര രഹസ്യങ്ങൾ മോഷ്ടിച്ചത് കാലിഫോർണിയയിലെ ആൽഫബറ്റ് യൂണിറ്റിൽ നിന്ന്. ഇന്നലെ റിസർവ് ബാങ്കുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു. സാധാരണ നമ്മളൊക്കെ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിച്ചാൽ ബാങ്ക് അനുവദിക്കുന്ന കാർഡ് വാങ്ങിപ്പോരുകയെ നിവൃത്തിയുള്ളായിരുന്നു. റുപേ, മാസ്റ്റർ കാർഡ്, വിസ, അമേരിക്കൻ എക്സ്പ്രസ് തുടങ്ങിയവയിൽ ഏത് കാർഡ് വേണമെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് പറ്റില്ലായിരുന്നു. എന്നാൽ ഈ വർഷം സെപ്റ്റംബർ 6 മുതൽ, അതായത് 2024 സെപ്റ്റംബർ 6 മുതൽ ഈ കഥയങ്ങ് മാറും. അന്ന് മുതൽ ഏത് കാർഡ് വേണമെന്ന് ഉപയോക്താവിന് തീരുമാനിക്കാം. ഇതിനുള്ള നടപടി എടുക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ബാങ്കുകളോടും ധനകാര്യ സ്ഥാപനങ്ങളോടും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചത്. നിലവിൽ ബാങ്കിന്റെ ഏത് ക്രെഡിറ്റ് കാർഡ് കമ്പനിയുമായാണോ കരാറ്, ആ കമ്പനിയുടെ കാർഡാണ് ഉപയോക്താവിന് അനുവദിക്കുന്നത്. ഉപയോക്താവിന് കമ്പനിയെ തെരഞ്ഞെടുക്കാൻ നിലവിൽ അവസരമില്ല. ഈ രീതി മാറ്റാനാണ് റിസർവ് ബാങ്ക് ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെപ്റ്റംബർ 6 മുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാർഡ്, അത് വിസ കാർഡാകാം, മാസ്റ്റർ കാർഡാകാം, റുപേ കാർഡാകാം, അത് നമ്മുടെ കയ്യിലെത്തും. ഇനി ഇന്നത്തെ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ വിപണി റെക്കോർഡ് ഭേദിച്ചിരുന്നു. അതിനുശേഷം നേരിയ ചാഞ്ചാട്ടമുണ്ടായി. വൈകുന്നേരം നേരിയ നേട്ടത്തിലാണ് ഇന്ന് വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മുടെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് നോക്കിയാൽ 20 പോയിന്റ് കൂടി 22,493 എന്ന നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ആദ്യമായി 22,500 എന്ന് കടന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇനി നമ്മൾ നിഫ്റ്റി ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസസ് ഓഹരികൾ നോക്കിയാൽ ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ നേരിയ നേട്ടവും അതേസമയം ബാങ്ക് ഓഹരികൾ വലിയ നഷ്ടവുമാണ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ബോംബെ സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 34 പോയിന്റ് കൂടി 74,119 എന്ന നിലയിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണവില ഇന്ന് സംസ്ഥാനത്ത് റെക്കോർഡ് കടന്നു. 6,000 രൂപ ഗ്രാമിന് കടന്നു. അതുപോലെ തന്നെ ഒരു പവൻ സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ പണിക്കൂലിയും GSTയും ഒക്കെ ചേർത്തൊരു ഏറ്റവും കുറഞ്ഞത് 52,000 രൂപ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. നമുക്ക് അതിഥിയുണ്ട് മാർക്കറ്റ് വിശകലനത്തിനായി ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. എന്തായാലും അടുത്ത 3 ദിവസം തുടർച്ചയായ അവധിയാണ് മാർക്കറ്റിൽ. ഇന്നിപ്പോൾ ഒരു ചാഞ്ചാട്ട സ്വഭാവമാണ് കാണിച്ചത്. അപ്പോൾ ഇന്നത്തെ ഒരു വിപണി വിശകലനം എങ്ങനെയാണ്? അടുത്ത ആഴ്ച വിപണി ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക? ഗുഡ് ഈവനിങ്. ഇന്ന് മാർക്കറ്റ് വളരെ ചെറിയൊരു റേഞ്ചിലാണ് മൂവ് ചെയ്തത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 95 പോയിന്റിന്റെ മൂവ്മെന്റ് മാത്രമേ ഇന്ന് ഉണ്ടായുള്ളൂ. എന്നിരുന്നാലും ഫൈനലായിട്ട് പ്ലസ്സിൽ ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു ആശ്വാസമുണ്ട്, പ്രത്യേകിച്ച് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അടുത്ത 3 ദിവസം ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഫ്രഷ് ആയിട്ട് ഒരു പൊസിഷൻ എടുക്കാൻ ഓപ്പറേറ്റേഴ്സ് ഒന്നും തയ്യാറായിരുന്നില്ല എന്ന് വേണം ചിന്തിക്കാൻ. അതുമാത്രമല്ല, നിഫ്റ്റി ഓപ്ഷൻസിൻ്റെ വീക്കിലി ക്ലോസിങ്ങുമായിരുന്നു. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വിപണിയിൽ ശ്രദ്ധിക്കപ്പെട്ടത് ടാറ്റ കമ്പനികളുടെ ഷെയർസ് ഇന്ന് വളരെ നല്ലൊരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ടാറ്റ കെമിക്കൽ, ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്, ടാറ്റ പവർ, ടാറ്റ സ്റ്റീൽ, ടാറ്റ ടെക് തുടങ്ങിയ കമ്പനികൾ 4% മുതൽ 12% വരെ ഉയർന്നാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. അതാണ് ഇന്ന് വിപണിയിൽ കണ്ട, അല്ലെങ്കിൽ മാർക്കറ്റിൽ കണ്ട ഒരു സവിശേഷത. അടുത്ത ആഴ്ച വിപണി എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മാർച്ച് മാസമാണ്, അതായത് ഇയർ എൻഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ
ഇത് ഈ മാസത്തിലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് കടക്കാൻ ഈ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സാധ്യതകൾ കൂടുതലാണ്. ആദ്യ പകുതിയിൽ നമ്മൾ നല്ല ഒരു ഉയർച്ച മാർക്കറ്റിലുണ്ടായി. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പ്രോഫിറ്റ് ബുക്കിങ്ങുകളും അതുപോലെ ഈ വർഷത്തിലെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും ഈവൻ ഇൻഡിവിജ്വൽസ് ആയാലും അവരുടെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്ത് അവരുടെ അക്കൗണ്ട്സ് ക്രമീകരിക്കാനുള്ള ഒരു ഇതിലേക്ക് വരും. അതുകൊണ്ട് തന്നെ വിപണിയിൽ ഒരു വിൽപ്പന സമ്മർദ്ദം അടുത്ത ആഴ്ച മുതൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ശരി, താങ്ക് യു ശ്രീ പോൾ തോമസ്. എന്തായാലും 24-ന്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജുകളിൽ ഒരു കാർഡ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് വ്യൂവുമായി ബന്ധപ്പെട്ട. ഈ കാർഡിന് താഴെ നിങ്ങളുടെ കമൻറ്റുകളായി ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം. ഏറ്റവും നല്ല ചോദ്യത്തിന് ക്യാഷ് പ്രൈസ് ഉണ്ട്. വിജയിയെ നാളെ പ്രഖ്യാപിക്കും. ഇനി ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സംഭവിച്ചത് തുടരും. നമസ്കാരം. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.